ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരനക്കവുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഓരോന്നും അനിമോളെ പറ്റി ഓരോ വീഡിയോകൾ ചെയ്യുകയും കമൻറ്റിലൂടെ ആയിരുന്നാലും ഇൻ്റർവ്യൂ ഒരുപാട് കൊടുത്തു. അതിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരും ഇൻ്റർവ്യൂ കൊടുത്തു. അതും അനുമോളെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. അനുമോൾ PR കൊണ്ടാണ് PR. ഇത്തിരി എന്തായാലും ഈ PRൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ ഒരു സമാധാനമായി. അനുമോൾക്ക് സമാധാനിക്കാം ആ വിധം ഒന്നായിരിക്കുകയാണ്. അതുപോലെ കമൻറ്റുകളും ഒരുപാട് കമൻറ്റുകളിലുമൊക്കെ വ്യത്യാസമുണ്ട്. മറ്റത് ഏതൊരു ചെറിയൊരു ചാനലെടുത്താൽ അനുമോള് PR, അനു പണം കൊടുത്താണ് കപ്പ് നേടിയെന്നും പറഞ്ഞൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്. അതുപോലെ ഒരുപാട് ഇൻ്റർവ്യൂകൾ അവളുമാരിരുന്ന് അതിൽ കയറിയ ബിഗ് ബോസിനകത്ത് നിന്ന വാഴകൾ തന്നെ വെളിയിലിറങ്ങിയിട്ടൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു. ഇപ്പം എന്തായാലും എല്ലാം ഒന്ന് ഒതുങ്ങി. എല്ലെണ്ണം എയറിൽ കയറി. ജനങ്ങളെടുത്ത് വെച്ചിട്ട് അലക്കി എല്ലെണ്ണത്തിനെ ഏറി കയറ്റി. അങ്ങനെ ഓരോരുത്തരും ഭജനത്തിനും അതിനും ഇതിനും നാമം ജപിക്കാനും എല്ലാത്തിനും പോയി. അങ്ങനെയൊക്കെ കുറേ എണ്ണം കിടപ്പുണ്ട്. അനുമോള് വന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാനോ ഒന്നിനും പോയില്ല. ഈ വാഴകൾ കിടന്ന് അലക്കെട്ട് എന്ന് വിചാരിച്ച് അതിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയമുള്ളൂ. അപ്പം കമൻറ്റോളികൾക്ക് മറുപടി കൊടുക്കാറുമില്ല. അനുമോളെ പറ്റിയ ബിഗ് ബോസിനകത്തുള്ള വാഴകൾ വെളിയിൽ വന്ന് ഇൻ്റർവ്യൂ കൊടുത്താൽ അതിന് റിപ്ലൈ കൊടുക്കാറില്ല. അനുമോളെ കാര്യമായിട്ട് മുന്നോട്ട് പോയി. അനുമോൾ ഒരുപാട് ഇനാഗ്രേഷനുമായിട്ടും ദുബായിൽ പോയി അവിടെയും ഒരുപാട് പ്രോഗ്രാംസുകൾ. ഓൺലൈൻ മീഡിയക്കാർ അനുമോൾ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയും അവർ എന്തൊക്കെയാണ് ചോദിക്കണതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ. അനുമോളെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴണം, അതെടുത്തിട്ട് അവർക്ക് മീഡിയക്കാർക്ക് കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്ന പോക്രിത്തരങ്ങളെല്ലാം. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു പറയും. ഫസ്റ്റ് ചോദിക്കുന്ന അനീഷ് തേച്ചാന്ന്. അനീഷേട്ടൻ തേച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീയൊക്കെ എന്തോന്ന് ചോദ്യങ്ങൾ ചോദിക്കണ? നിൻ്റെയൊക്കെ വീട്ടിൽ വേറെ ആരുമില്ലേ? നിനക്കൊന്നും ഇങ്ങനെയൊക്കെ പോയി ചോദിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നണ്? അനീഷേട്ടൻ തേച്ചാന്ന്. അനീഷേട്ടനെ തേച്ചാ എന്തൊക്കെയാണ് ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ദുബായിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു വേട്ടാവളിയെ എഴീച്ച് നിന്നിട്ട് അനീഷിനെ തേച്ച കഥ പറയാൻ. അവൻ എന്തോന്ന് വല്ല വെള്ളം അങ്ങനെ അടിച്ചിട്ട് നിന്നും കൊണ്ടാണ് ഈ ചോദിക്കണ. അനീഷിനെ ആരടാ തേച്ചത്? അല്ലെങ്കിൽ തന്നെ അനീഷും തമ്മിൽ എന്തോന്ന് അവിടെ പ്രേമിച്ച? അനീഷിൻ്റെ ഗെയിമാണ് അവിടെ കളിച്ചത്. അതാണ് അനീഷ് ലാസ്റ്റ് ഘട്ടത്തിൽ കൊണ്ടിട്ട് കല ഉടക്കും കണക്കാക്കിയത്. സ്റ്റാർ മാജിക്കിലായിരുന്നാലും അനുമോള് തമാശകളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ ഒരു രസം, ഒരു ഫണ്ണായിട്ട് എടുക്കാം എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് കാണാം അതിന് അവൻ അവിടെ കൊണ്ടിട്ട് എന്തെല്ലാം കാണിച്ചു കൂട്ടി. ഇങ്ങനെയാണ് ഒരു സ്നേഹിക്കണ ഒരുത്തനായിരുന്നെങ്കിൽ അങ്ങനെയാണ് എല്ലാം കൂടെ കടന്നിട്ട് ആക്രമിച്ച സമയത്ത് അവൻ മാറി നിന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പറയുന്നത് അവൻ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടം മുട്ടി നിൽക്കുകയായിരുന്നെങ്കിൽ അനീഷേട്ടൻ തേച്ച്. അപ്പം നമുക്കത് കാണാം. അനുമോൾ ഒന്നേ കാര്യം ചോദിക്കാനാ. ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? അതൊക്കെ അറിഞ്ഞു വന്ന്. അനുമോൾ ഇങ്ങി വാ. നീയൊക്കെ വിളിക്കുമ്പോ വരെ അവളെ കുഞ്ഞമ്മേരെ മോനാടാ. നീയൊക്കെ വിളിക്കുമ്പോ വരാനായിട്ട്. അനുമോൾ ഇങ്ങ് വാ, ഒരു കാര്യം ചോദിക്കട്ട്. മനസ്സിലായി എന്തൊരു ചോദിക്കാനാണെന്ന്. വായിന്ന് വല്ല വീഴുമ്പോ എടുക്കാനല്ലേ. ഒരു ബൈറ്റ് തന്നിട്ടോ? ചോക്ലേറ്റ് ഇല്ലേ? വിശേഷല്ലേ? അത് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ എന്താ? ആദ്യം നല്ലതുപോലെയൊക്കെ ചോദിച്ചു. തിരുവനന്തപുരത്ത് ഇറങ്ങാഞ്ഞെന്ത്? ചോക്ലേറ്റ് ഇല്ലേ? എന്തിനാണ് അവന്മാർക്ക്? എന്നിട്ട് ആദ്യം നല്ലപോലെ ചോദിച്ചെങ്കിലല്ലേ അനുമോൾ അവിടെ നിൽക്കുള്ളൂ. നിൽക്കുമ്പോൾ കുത്തി ചോദിക്കണ്ടേ? സോപ്പ് പതച്ച് നോക്കി കേട്ടാ. വണ്ടി പോരോ? ഒരു കാര്യം ചെയ്യ്, നീ പിടിച്ചോ. ഒരു കാര്യം
ബിഗ് ബോസ് വിജയ് ഒന്നും ചോദിക്കില്ല, എനിക്കൊന്നും പറയാനുമില്ല. അതല്ല ദുബായിൽ വെച്ചിട്ട് ഒരു അനീഷ് ചേട്ടനെ ദുബായിൽ വെച്ച് അനീഷ് ചേട്ടനെ പറ്റി ഒരാൾ ചോദിച്ചില്ലേ, അപ്പോഴെന്തേരി പറഞ്ഞു, എടാ നീയൊക്കെ കേട്ടില്ലേ, അനുമോള് പറഞ്ഞത് ഈ ലോകത്തുള്ള ജനങ്ങളെല്ലാവരും കേട്ടതാണ്, നീ എന്നും കേട്ടില്ലേ, പിന്നെന്തിനടാ കുത്തി കുത്തി ഒരു ചോദ്യം ചോദിച്ചില്ല ഒരാള്. അതെ എന്താ പറഞ്ഞപ്പോ കേട്ടില്ല എന്താ പറഞ്ഞത്? ഇല്ല അപ്പൊ കേൾക്കണം, പോയി എടുത്ത് നോക്ക്. അല്ല അതൊന്നും പറ എന്താ പറഞ്ഞത്? അതൊന്നും നോക്ക്. അല്ല അല്ല അനു പറയുന്നുണ്ട്, നീയൊക്കെ പോയി എടുത്തു വെച്ച് നോക്കാൻ, കണ്ടിട്ടില്ലെങ്കിൽ എടുത്തു വെച്ച് നോക്ക്, അനീഷേട്ടൻ തേച്ചെന്ന് പറഞ്ഞ. അനുമോള് എവിടെയും പറഞ്ഞിട്ടില്ല ഈ അനു അങ്ങോട്ട് പ്രേമിച്ച, ഇത് രണ്ടും ഇല്ലല്ലോ. എങ്കിന്നാ അവൻ ആ അനീഷ് ജിസൈലിന്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞതാ, പിന്നല്ലേ അനുമോളടുത്ത് തോന്നി, ജിസൈൽ പോയപ്പോൾ അനുവിൻ്റെ അടുത്ത് ക്രഷ് തോന്നിയെന്ന് പറഞ്ഞ്. അതൊക്കെ ഒരു പ്രേമമാണ്. ഇപ്പം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എങ്കിന്നാ ഇപ്പം രേണുവിനെ ഇഷ്ടമാണെന്ന് രേണു ഓരോന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണതാ, രേണു മോളേന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചത് അതും റെക്കോർഡായിട്ടൊക്കെ കേട്ടല്ലേ, രേണു മോളേന്നും പറഞ്ഞും കൊണ്ടൊക്കെ വിളിക്കണ. ഇത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ ഒരു മറുപടിയാണ് അത് അനു അവിടെ കൊടുത്തത്. അല്ലെങ്കിൽ ഇയാളെ ഇഷ്ടമല്ല, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് പറയാനുള്ളത്. അനു പറഞ്ഞാൽ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല, ഇപ്പം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ അനീഷിനെ എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞില്ല, ഇഷ്ടമാണെന്നും പറഞ്ഞില്ല, അനു അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത്. പിന്നെ ഉണ്ടെങ്കിൽ അവൻ അങ്ങ് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ ഇറങ്ങിയതിന് ശേഷം അനുവിനെ വിളിച്ചിട്ട് ചോദിക്കാമല്ലോ. ഇത് അങ്ങനെയുള്ളോ അങ്ങനെയല്ലേ ചില, അതിനകത്ത് എന്തുമാത്രം അതിന് ശേഷം കൂട്ടത്തോടെ ഇതിനെ വലിച്ചു കീറിയ സമയത്ത് അവൻ തേരാപ്പാര ലാത്തി അടിച്ചുകൊണ്ട് നടന്നതല്ലേ ഉള്ളൂ, അവൻ സുപ്രഭാതവും പറഞ്ഞിട്ട്. ഒരു ഇഷ്ടമുള്ള പെൺകുട്ടി ആയിരുന്നെങ്കിൽ അവൻ എന്തോന്ന് ചെയ്യുമായിരുന്നു, അതിന് പ്രതികരിച്ചിനായിരുന്നല്ലോ എത്ര എണ്ണം കൂടെ വലിച്ചു കീറുമ്പം. അതെന്തുമാത്രം കിടന്ന് കരഞ്ഞ ആ ലാസ്റ്റ് ഘട്ടത്തിൽ. അപ്പം അവൻ ചിന്തിച്ചില്ലല്ലോ, അപ്പോഴും സ്ത്രീ വിരോധിയായിരുന്നു അതുവരെ. ഇപ്പം സ്ത്രീ വിരോധിയൊക്കെ മാറിയോ? അനീഷേട്ടൻ തേച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാ നിങ്ങളുടെ കൂടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയും. അങ്ങനെ പറഞ്ഞല്ല പറഞ്ഞ അനീഷേട്ടനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അനീഷേട്ടന് ഒരു പ്രശ്നമില്ല. എന്താ അനീഷേട്ടന് പ്രശ്നം വേണം? അതല്ല ഞാൻ പറഞ്ഞത്. നാറികളെ, നീയൊക്കെ അനീഷുമായിട്ട് എന്താണ് റിലേഷൻ എന്ന് വെച്ചെങ്കിൽ, എടാ നീയൊക്കെ അന്ന് കേട്ടില്ലേ, നീയൊക്കെ പിന്നെ എന്തിനെടുന്ന് കുത്തി ചോദിക്കണം. അനു നല്ല മറുപടി എന്നെ കൊടുത്തു. അനീഷേട്ടനായിട്ട് എന്തായിരുന്നു റിലേഷൻ എന്ന് വെച്ചില്ലേ? ഉണ്ട് രാജകുമാരിയുടെ. അപ്പൊ അല്ല അനീഷേട്ടനായിട്ട് ആ റിലേഷന്റെ കാര്യം ചോദിച്ചതാണ്. ഒരു റിലേഷനെ പറ്റി ചോദിച്ചില്ല ഒരാള്. അനീഷേട്ടനായിട്ടുള്ള റിലേഷനെ പറ്റി അനുമോളോട് ചോദിച്ചില്ലേ? ആ അപ്പൊ അനുമോൾ എന്തോ പറഞ്ഞില്ലേ ഉത്തരം? അതെന്താ പറഞ്ഞെന്ന് ചോദിച്ചേ? ഇല്ല പറ. ഒരു കാര്യം ഒരു വട്ടേ പറയുള്ളൂ, രണ്ടാമത്തോട്ടും പറയാം കേൾക്കാത്തോണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ദുബായിൽ പോയിട്ട്? എന്തായി അവിടെ? അടിപൊളി, ടയേർഡാ. അതെ ബിഗ് ബോസ് അനീഷിന്റെ കാര്യം ചോദിച്ചിട്ട് ബിഗ് ബോസിന്റെ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നു. എടാ നിനക്കൊക്കെ എന്തോന്ന് അറിയണടാ, എടാ പോയിരുന്ന് തൂമ്പയെടുത്ത് കിളക്കടാ, നിനക്കൊന്ന് ഇങ്ങനെ. അല്ലെങ്കിൽ നിനക്കൊക്കെ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട്, നിനക്കൊക്കെ ഈ അനുവിന്റെ പിറക്കേന്ന് നടക്കാതെ നിനക്കൊക്കെ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട്, അതിന്റെയൊക്കെ പിറക്കേന്ന് പോ. ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ? വന്നില്ലെങ്കിൽ വാങ്ങിത്തരൂ. പൈസ എന്തൊക്കെ അറിയണം. അല്ല അനീഷേട്ടന് 1 ലക്ഷം രൂപ തന്നെ കിട്ടി. അവളടുത്തേക്കണ അനീഷിന് 1 ലക്ഷം രൂപ കിട്ടിയെന്ന്. എന്തേലും അനു കണ്ടോളാൻ അമ്മയ്യ അഞ്ഞു കിടക്കണ. അനീഷിന്റെ 1 ലക്ഷം രൂപ കിട്ടിയാലും 10 ലക്ഷം കിട്ടിയാലും അല്ലെങ്കിൽ മൈജീര സാധനങ്ങൾ കിട്ടിയാലും എന്തേലും അനുമോള് കണ്ടോളാൻ അമ്മയ്യ. അവൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അവള് കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കണത്. പലർക്കും പുറമെ പലതും തോന്നും, പക്ഷെ നേരിൽ കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാവുന്നത്. ഇതാണ് എല്ലാവരുടെ മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യരുടെ കാര്യം. ഒന്നും പറഞ്ഞതല്ല. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ ബിഗ് ബോസ് വിന്നറായിട്ട്? എന്റെ മാമനെ മേടിച്ചിട്ട് കുപ്പിയുണ്ട്. അത് തന്നെ ഗിഫ്റ്റ്, മാമന് മേടിച്ച 2 കുപ്പി അതിലിരിക്കണം, അത് വേണമെങ്കിൽ തരാന്ന്. മാമന്റെ പേരെന്താ? തസ്കർ. നമ്മളെ ബാഗിന് സിബ് അടിച്ചില്ല, പൈസ അനുമോളുടെ ആരാധകരാണോ? അനുമോൾക്ക് വോട്ട് ചെയ്തോ?
അനിമോള ആരാധകർ കണ്ടമാനുണ്ട്, ഇഷ്ടം പോലെ ജനങ്ങൾ അനിമോള ആരാധകരാണ്, അല്ലാതെ PR അല്ല, അനിമോള ആരാധകരാണെന്ന് ഓരോരുത്തർ വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവന്മാർക്ക് ഒരു കണ്ടന്റും ഇല്ല, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് അവന്മാർ നടക്കുകയാണ്. പോവേയല്ല, നിന്റെയൊക്കെ കല്യാണത്തിന് കൂടാൻ വരണം, അല്ലെങ്കിൽ അടിയന്തരത്തിന് കൂടാൻ വരാം. പോവേണന്ന് അനിമോളടുത്ത് ചോദിക്കുന്നു. എമ്മാരൊക്കെ ഒരു നാണമില്ലല്ലോ, ഓടണ് പിറക്കേ ഓടണ് കണ്ടന്റിന് വേണ്ടിയിട്ട്. എടാ കണ്ടന്റ് ക്ഷാമം ഉണ്ടെങ്കിൽ പോയിരുന്ന് വേറെ വല്ലതാ ചെയ്യും, ഓടെങ്ങാനൊക്കെ തോണ്ടിയിട്, അല്ലാതെ പിന്നെ കണ്ടന്റിന് ക്ഷാമം. അനിമോൾ ഇനി ദുബായിൽ പോകുന്നു. അനിമോൾ എവിടെയെല്ലാം പോയി കിടക്കണ്, ഏതെല്ലാം രാജ്യങ്ങളിലാണ് അനിമോൾ പോണു. ഓ ഷിയാസിന്റെ കൂടെ അനുവിനെ ഒഴിവാക്കിയാന്ന്. അനുവിന് ഇവിടെ വേറെ പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അനു പെട്ടെന്ന് ഇങ്ങ് വന്നത്. ഇപ്പൊ ചോദിക്കണേ ഷിയാസിന് അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഷിയാസ് അനുവിനെ ഒഴിവാക്കി. ഇവന്മാരെന്തോന്ന് ചോദ്യങ്ങൾ ചോദിക്കണത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നമുക്ക് കാറ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് എന്നാ ഡെലിവറി ആവാ? എങ്ങനെ അറിയിക്കും? നമ്പറിൽ എന്റെ എനിക്കില്ലാത്ത പ്രശ്നം ചേട്ടന്. അല്ല ഞങ്ങൾക്ക്, അല്ല അനുമോളുടെ ആരാധകർ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട്. എന്തിലും സംസാരിക്കും. അനുമോളുടെ വണ്ടി കയറി അനുമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അനുമോളെ സ്നേഹിക്കുന്നിടത്ത് അനുമോക്ക് പറയാ അറിയാം, നിന്റെയൊക്കെ വരുതി വേണ്ട പറയാൻ. സ്നേഹം മാത്രം. ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടല്ലേ പോണതല്ലേ, ദുബായിൽ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്വീകാര്യത? ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ഖ് അങ്ങനെ ചെയ്യാറുള്ള വീഡിയോ കണ്ടിട്ടായിരുന്നു. ഷെയ്ഖൊക്കെ എന്ത് പറയുന്നത് കണ്ടായിരുന്നു അവര് വീഡിയോ ഒക്കെ? ഷേക്ക് വേണോ? ഷാർജ ഷേക്ക് വേണോ? അതല്ല ഷെയ്ഖ്, നന്നായിരുന്നു, പുള്ളിക്കെന്നെ അറിയില്ല. അനുമോള് നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. അമ്മമാർക്ക് വയറ് നിറച്ച് കിട്ടി. അങ്ങ് ചെന്നിരുന്നും കൊണ്ട് പറയായിരിക്കും അവന്മാർ, അതൊന്നും ചോദിക്കണ്ടായിരുന്നെന്ന്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒരാൾ വന്നിറങ്ങുമ്പോൾ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കേണ്ടി ഒരു കാര്യമില്ല. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പിന്നെയും അതിനെ ജീവിക്കാൻ സമ്മതിക്കാതെ അത് ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നു. അതാരെയും പിന്നാലെ പോകുന്നില്ല, ആരെ കാര്യവും പറയണില്ല. ഇത്രയും അനുവിനെ ദ്രോഹിച്ചവരെ പോലും ഒരക്ഷരം പോലും വന്നിരുന്ന് മീഡിയയുടെ മുന്നിൽ അനു പറയുന്നില്ല. അങ്ങനെ അനുമോളെ കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മീഡിയക്കാരായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും വന്ന് കുത്തി ചോദിക്കണം. ഇപ്പം എന്തായാലും PR വിനുവൊക്കെ ഒന്ന് ഒതുങ്ങി, ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് എല്ലാവരും. നല്ല കാര്യം. എന്തിനാണ് ചുമ്മാ ആവശ്യമില്ലാതെ PR എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകണം. ആ കുട്ടിയെ അവളെ ജീവിതമായിട്ട് അവൾ മുന്നോട്ട് പോകുന്ന, ആർക്കും ഒരു ശല്യത്തിനും വരുന്നതുമില്ല. അനുവിൻ്റെ പിറക്കേന്നുള്ള നടത്തം ഒന്ന് നിർത്തണം. ചുമ്മാ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലെങ്കിൽ നിങ്ങൾ വല്ല റോഡിൻ്റെ അരുവി അങ്ങനെ ഒരു തോർത്തും വിരിച്ചിട്ട് അമ്മേ തായേ എന്നും പറഞ്ഞിരുന്ന് വല്ല ഇരക്കണതാണ് നല്ലത്. അതിന് ഒരു അന്തസ്സുണ്ട്. ഇതല്ലാതെ പിന്നെ ഇതെന്തോന്നു?